ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബജ്രംഗ് ദളിനെ നിരോധിക്കും എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. ഒരുപക്ഷെ പ്രിയങ്ക് ഖാർഗെയുടെ ആ പ്രസ്താവനയായിരിക്കും കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടാൻ സഹായിച്ചിട്ടുണ്ടാവുക. കാരണം അതിന് തൊട്ട് മുമ്പുള്ള 5 വർഷം കർണാടകയിൽ നിന്ന് എത്രമാത്രം ഹെയ്റ്റ് ക്രൈംസ് ആണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കർണാടകയിൽ? ഒന്നാലോചിച്ചോ, ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നൊരു സംസ്ഥാനം, അവിടെ നിരന്തരം ഹെയ്റ്റ് ക്രൈമുകൾ ഉണ്ടാകുന്നു, ഹിജാബ് നിരോധനം വഴി വലിയ കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നമുക്കൊരു ഹെയ്റ്റ് ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ റിപ്പോർട്ട് മംഗലാപുരത്ത് ഒരു മലയാളി യുവാവിനെ തല്ലിക്കൊന്ന സംഭവമാണ്. അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അതല്ലാതെ നിരന്തരം അവിടെ നിന്നും കേൾക്കുന്നില്ല. അത് ചെറിയ കാര്യമല്ല സൈഫു. അതുണ്ടാക്കുന്നത് വെച്ചാൽ അതൊരു നിലപാടാണ്. ആ നിലപാട് പ്രഖ്യാപനമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഹെയ്റ്റ് ക്രൈം തടയും, അതിന് നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഒരു നിയമം കൊണ്ടുവന്നു. ഹെയ്റ്റ് ക്രൈം തടയാനുള്ള നിയമം അവിടെ പാസ്സായി. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ RSS നിരോധനം, അത് പ്രിയങ്ക് ഖാർഗെ ഞാൻ അധികാരത്തിലെത്തി എന്ന് RSSകാർ അറിയിച്ച ഒരു കേവലമായ ഒരു ടോക്കൺ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഒരു സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല കാര്യത്തിൽ. ഒന്നാമത്തെ കാര്യം, ഈ RSS ഇങ്ങനെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിയമത്തിനും വിധേയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 100 വർഷമായല്ലോ. ഈ 100 വർഷത്തിൽ ഏതാണ്ട് 75 വർഷത്തോളം ഇവിടെ ഒരു എന്തുണ്ട്, ഭരണകൂടമുണ്ട്, ഭരണഘടനയുണ്ട്. കോൺഗ്രസ്സാണ് അതിൽ കൂടുതൽ കാലം ഭരിച്ചത്. ഈ കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ടാണ് RSSനെ രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന് നിർബന്ധം പിടിക്കാറ്റുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇപ്പോൾ ഗാന്ധിവാദത്തിന് ശേഷം നിങ്ങൾക്കൊരു ഭരണഘടനയുണ്ടോ എന്ന് സർദാർ പട്ടേൽ ചോദിച്ചു. നിരന്തരം കത്തടപാടുകൾ നടത്തി ചോദിച്ചു, ഒരു ഭരണഘടന ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ ആ നിരോധനം നീക്കാൻ വേണ്ടി മാത്രം ഒരു ഭരണഘടന ഉണ്ടാക്കി. RSSനൊരു ഭരണഘടനയുണ്ട്, പക്ഷേ അത് RSSകാർ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന RSSകാർ അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അത് അവർ പ്രചരിപ്പിക്കാറില്ല, അവരച്ചടിക്കാറില്ല, അവരാർക്കും വായിക്കാൻ കൊടുക്കാറില്ല. ഇതാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് അവരാരും പറയാറില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ആ നിരോധനം നീക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടാതെ ഒരു സംഘടന പ്രവർത്തിക്കുക? ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യയിലെ 2 പ്രധാന നിയമങ്ങളാണ്. ഒന്ന് ഈ സൊസൈറ്റീസ് ആക്റ്റും പിന്നെ ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് ലോ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. സംഭാവന സ്വീകരിക്കുന്നുണ്ടോ? FCRA ലോവും സംഭാവന സ്വീകരിക്കുന്നുണ്ടോ? ഇത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. RSS ഒരു സംഭാവന സ്വീകരിക്കില്ല, പകരം ആരും സ്വീകരിക്കും? അവരുടെ ആയിരക്കണക്കിന് സംഘപരിവാർ സംഘടനകൾ മറ്റുന്നുണ്ട്. VHP, ബജരംഗ് ദൾ, അങ്ങനെ കണസാ കുറേ അധികം സംഘടനകളുണ്ട്, രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളുണ്ട്. അവരൊക്കെ വാങ്ങും. RSS പൈസ ഒന്നും വാങ്ങുന്നില്ല, RSS സംഭാവന സ്വീകരിക്കുന്നില്ല. മുമ്പ് ഇങ്ങനെ ഒരു കേസ് വന്നു, ഇവർ ഗുരുദക്ഷിണ എന്ന പേരിൽ സംഭാവന സ്വീകരിച്ചപ്പോൾ അത് കോടതിയിൽ കേസായതാണ്. അപ്പോൾ പറഞ്ഞ് ഇത് ഞങ്ങൾ ഗുരുദക്ഷിണയാണ്, ഞങ്ങൾ സംഭാവനയല്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാണ് ചെയ്തത്. അപ്പോൾ ഇതെന്തിനാണ് അവർ ഇങ്ങനെ നിലനിൽക്കുന്നത്? എന്തിനാണ്? അതാണ് അതിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. അതവർ ബോധപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ്. അവർ രജിസ്റ്റർ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല. ഇപ്പോൾ മോദി ഭരിക്കുമ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇവർക്ക് എന്താ കുഴപ്പം? രജിസ്റ്റർ ചെയ്യുന്ന കുഴപ്പം ഇവരുടെ പ്രവർത്തന ശൈലി ഈ സംഘടനാ ശൈലിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മളെവിടെയെങ്കിലും RSSൻ്റേതായി ഒരു കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും? ഇപ്പോൾ പാർട്ടി CPM എന്ന പാർട്ടി അവരുടെ പാർട്ടി ഘടകങ്ങളിലേക്ക് കമ്മ്യൂണിറ്റി ഇറക്കും. ഒരു മാധ്യമങ്ങളോട് സംസാരിക്കും, മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിറ്റി കൊടുക്കും. അപ്പോൾ പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ കമ്മ്യൂണിറ്റി വരും, ഒരു വെബ്സൈറ്റിലുണ്ടാവും. എല്ലാ പാർട്ടികൾക്കും അങ്ങനെ ഉണ്ടല്ലോ. ഇത് RSS സംഘചാലകൻ്റെ ഒപ്പിട്ട് എന്തെങ്കിലും ഒരു വരി പ്രസ്താവനയോ ഒരു രേഖയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? RSS എന്ന രീതിയിൽ ലെറ്റർ ഹെഡ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അത് ആ സംഘടനയുടെ ശൈലി അങ്ങനെയാണ്. പക്ഷേ RSS സർസംഘചാലകൻ നാഗ്പൂരിലിരുന്ന് എന്ത് തീരുമാനിക്കുന്നോ അത് മിസോറാമിലോ അരുണാചൽ പ്രദേശിലോ കേരളത്തിലോ മലപ്പുറത്തോ ഒക്കെ നടപ്പാക്കും. അതെങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടാവും? ഒരു സർക്കുലറോ ഒരു കമ്മ്യൂണിറ്റിയോ ഒന്നും ഇല്ലാതെ രാജ്യം മുഴുവൻ സർസംഘചാലകൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാവും. അപ്പോൾ അതിന് അവരുടേതായ ചാനലുകളുണ്ട്. അതൊരിക്കലും എന്തായിരിക്കില്ല, ലിഖിതമായ രീതിയിലായിരിക്കില്ല പോവുക, വാമൊഴിയായിട്ടായിരിക്കും പോവുക. അങ്ങനെ വാമൊഴിയായിട്ട് അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി കലാപങ്ങളിൽ RSSന് പങ്കുണ്ട് എന്ന് പലവിധ അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തി. തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. കാരണം നിങ്ങളവിടെ പോയി കലാപം നടത്ത് എന്ന് സർസംഘചാലകർ പറഞ്ഞ ഒരു രേഖ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടി നമുക്ക് ഇവന്മാരെ കൊല്ലാം എന്ന് പറയുന്ന ഒരു RSSകാരൻ പറയുന്ന ഒരു രേഖ ഉണ്ടാവില്ല. അത്രമാത്രം ആസൂത്രിതമായി ഒരു ഡീപ്പ് സ്റ്റേറ്റായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണത്. അതുകൊണ്ടാണ് അതിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. നിയമ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. നിങ്ങൾ ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന പേരിൽ ഉള്ളൊരു അങ്ങനെ ഒരു ടേം ഉണ്ട് ഇന്ത്യൻ നിയമത്തിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനും പ്രമോദ് സാറും സേഫും ഒക്കെ ഒരു പ്രത്യേക ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ മാർക്സിയൻ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് നമ്മുടെ മാർക്സിയൻ ഐഡിയോളജി പരത്തണം, നമുക്ക് കൂട്ടം കൂടി ഇരുന്ന് ചെയ്യാം, നമുക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഐഡിയോളജി പ്രസരിപ്പിക്കണം, അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ എത്ര അനൗപചാരികമായ എത്രയോ കൂട്ടായ്മകളിലായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള അനൗപചാരിക കൂട്ടായ്മ, അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പേരിലാണ് RSS പ്രവർത്തിക്കുന്നത്. നമ്മൾ വളണ്ടിയറാണ്. ഇതിൽ വരുന്ന ആളുകളൊക്കെ സ്വയം
രാഷ്ട്ര സേവനത്തിന് വേണ്ടി വരുന്ന വോളണ്ടിയേഴ്സാണ്, നമ്മൾ രാജ്യസ്നേഹം പ്രചരിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ മതി. ഞങ്ങൾ പൈസയൊന്നും പിരിക്കുന്നില്ല, FCR ഫണ്ടില്ല, വിദേശ പണമൊന്നും അവർക്ക് അവരുടെ പേരിൽ വരില്ല, RSSൻ്റെ പേരിൽ പൈസ ഒന്നും വരില്ല, വരുന്നത് വേറെ പേരുകളിലായിരിക്കും. അപ്പോൾ ഈ ഒരു സംഘടനാ ശൈലി തന്നെ എന്തിനു വേണ്ടിയാണ്? അത് അവരുടെ സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഇതിനകത്തുള്ള ഡെമോക്രസി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനൊരു ഭരണസമിതി ഉണ്ടാവണം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതിൻ്റെ പ്രസിഡന്റ്, അധ്യക്ഷ പദവിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവർ തിരഞ്ഞെടുക്കണം. RSSൽ അങ്ങനെ ഇൻറ്റേർണൽ ഡെമോക്രസി ഇല്ല. ഒരു സർസംഘചാലകൻ മരിക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യുകയോ മരിച്ചതിന് ശേഷം വേറൊരാൾ വരികയോ ചെയ്യുക. ആജീവനാന്താണ് ഒരു സർസംഘചാലക്. പിന്നെ ഈ സർസംഘചാലകന്മാർക്ക് വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ RSS സ്വയം പറയുന്നത് എന്താണ്? ഞങ്ങൾ ജാതിക്കെതിരാണെന്നാണ് പറയുക. ജാതി ഉന്മൂലനമാണ് RSSൻ്റെ ലക്ഷ്യം. എന്താ, നായർ മുതൽ നമ്പൂതിരി വരെ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ സ്ഥിരം, അതെല്ലായിടത്തും ഉണ്ട്. ഒരൊറ്റ സർസംഘചാലക് മാത്രമാണ് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നല്ലാത്തതുണ്ടായിട്ടുള്ളത് ഇതുവരെ. രാജു ഭയ്യ എന്ന് പറയപ്പെടുന്ന ഒരു സർസംഘചാലക് മാത്രമാണ്. അദ്ദേഹം ക്ഷത്രിയനോ മറ്റോ ആയിരുന്നു. ബാക്കിയെല്ലാം എന്താണ്, ഈ ബ്രാഹ്മിൻസാണ് വരിക, പ്രത്യേകിച്ചും മറാഠ ബ്രാഹ്മിൻസാണ് വരിക. അപ്പോൾ അതിൻ്റേതായ ഒരു ഘടനയുണ്ട്. അതൊരു രാജഭരണം പോലെയാണ് അതിൻ്റെ കീഴ്വഴക്കങ്ങൾ. അധികാര കൈമാറ്റമാണ്. ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാൾക്ക് അധികാരം കൈമാറുന്ന രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഐഡിയോളജി ഉണ്ട്, അത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിയങ്ക ഖാർഗെ ഇപ്പോൾ പറയുന്നത്, ഒന്നാമത് ഈ കർണാടകയിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ഗ്ലാമർ വകുപ്പല്ല. ആഭ്യന്തര വകുപ്പ് ആർക്കും വേണ്ടാത്ത വകുപ്പാണ്. അത് ഏറ്റവും ജൂനിയർ മന്ത്രിമാരോ അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്ത ആൾക്കാർ കൈവയ്ക്കുന്ന ഒരു വകുപ്പാണ്. അത് ആർക്കും വേണ്ട. അവിടെ ഏറ്റവും ഗ്ലാമർ ഡിമാൻഡുള്ളത് ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ്, ജലസേചനം, അതുപോലെ പവർ, എനർജി, അതിനൊക്കെയാണ് തമിഴ്. അപ്പോൾ ഇതാർക്കും വേണ്ടാത്ത ഈ വകുപ്പ് എന്ത് ചെയ്യുന്നു? പ്രിയങ്ക ഖാർഗെക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്ത്. ശരിക്കും ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം ഖാർഗെക്ക് പൊളിറ്റിക്കലായ സ്റ്റാൻസ് ഉണ്ട്, അദ്ദേഹം മുമ്പ് അത് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ്. അതിനപ്പുറം ഒരു സ്റ്റേറ്റിന് RSSനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, RSSനെ നിരോധിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ കഴിയാം. ഇപ്പോൾ RSS ആരെന്തെങ്കിലും കാര്യത്തിൽപ്പെട്ടു അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു, അതിലിടപെടാൻ കഴിയാം. അല്ലാതെ ഒരു ബാൻ സ്വഭാവത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന്, കർണാടകയിൽ മാത്രമായിട്ട് RSSനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാം, അതും കഴിയാൻ പോകുന്നില്ല. കാരണം ഇതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് RSS എന്നുള്ളത്. പക്ഷേ അതിനപ്പുറം അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രിയങ്ക ഖാർഗെ എന്ന ഞാൻ, ബജ്രംഗ് ദളിനെ നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന പ്രിയങ്ക ഖാർഗെ എന്ന ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുകയാണ് എന്ന് RSSന് കൊടുക്കുന്നൊരു മെസ്സേജാണ്.